കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയാൻ ഉദ്ദേശിക്കും. ഇത് തികച്ചും ഒരു ബോധവൽക്കരണത്തിന്റെ വീഡിയോ. നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിനും പൊതുവെ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ച് രണ്ടുപേരും മരിച്ചാൽ ഉടൻ ഒരു 10-100 ഹോട്ടലുകൾ റെയ്ഡ് ചെയ്യുക, അതൊക്കെ അടപ്പിക്കുക, അവർക്ക് നോട്ടീസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 364 ദിവസം അവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങും. അതുപോലെ ആരോഗ്യരംഗത്ത് നമ്മളൊരു പ്രത്യേക രോഗം കണ്ടു കഴിഞ്ഞാൽ അതിൽ 4 പേര് മരിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ടാവും, അതിനെ പറ്റിയിട്ട് തീരുമാനം ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും. അപ്പോ ഇതിനകത്ത് നമ്മൾ സമൂഹത്തിൽ മറന്നു പോകുന്ന ഒരു കാര്യം പ്രിവെന്റീവ് മാനേജ്മെന്റ് എന്നാണ്. അതായത് ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും അതുണ്ടാവും. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രിവെന്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ നമുക്കറിയാം ഫുഡ് അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ സംഭവം ഉണ്ടാവും. അപ്പോൾ ഫുഡ് പോയിസണിങ് അല്ലെങ്കിൽ ഫുഡ് അഡൾട്രേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഫുഡ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതുണ്ടാവാൻ സാധ്യതയുള്ള ഏരിയകളിൽ റെഗുലർ ഇന്റർവെൽസിൽ ചെക്ക് ചെയ്ത് ആ ലൂപ്പ് ഹോളുകൾ അടയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഈ സൈന്യത്തില് ഒരു ഫ്രേസ് ഉണ്ട്, ലെസ് കട്ട് ചെയ്യാം. സൈന്യത്തില് ഒരു ചൊല്ലുണ്ട്, മോർ വി സ്വെറ്റ് ഇൻ പീസ് ലെസ് വി ബ്ലീഡ് ഇൻ വാർ. അതായത് യുദ്ധസമയത്ത് നമ്മൾ ഏറ്റവും കുറച്ച് രക്തം ഒഴുക്കണമെങ്കിൽ യുദ്ധമില്ലാത്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും. ഇപ്പൊ രക്തം ഒഴുക്കാൻ നമ്മൾ തയ്യാറാണ്, പക്ഷെ വിയർപ്പൊഴുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇത് പ്രിവെന്റീവ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളൊരു കാര്യത്തിനും പ്രിപ്പയർഡ് അല്ല, സംഭവം വരുമ്പോൾ നമുക്ക് നേരിടാം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കേരളത്തിലെ 100ഓളം മുനിസിപ്പാലിറ്റികളും 5-6 കോർപ്പറേഷനുകളൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ പത്രങ്ങൾ മുഴുവൻ വായിച്ചരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും സ്ഥാപനങ്ങൾ 100 സ്ഥാപനങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ഹോട്ടലെങ്കിലും റെയ്ഡ് ചെയ്യുന്നതല്ല, അവരെ പരിശോധിച്ച് ആ ഹോട്ടലിലെ ഭക്ഷ്യവസ്തുക്കളെ പറ്റിയിട്ട് വിലയിരുത്താനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് 100 മുനിസിപ്പൽ കോർപ്പറേഷനുകളും നടത്തുന്നുണ്ടോ? 1000ഓളം പഞ്ചായത്തുകളുണ്ട്, നടത്തുന്നുണ്ടോ? നമ്മൾ ഒരു വാർത്തയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഇത് കാണുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഡെഫിനറ്റ്ലി ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് വരെ നമ്മൾ സൈലന്റ് ആയിരിക്കും. ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ബഹളം ഉണ്ടാക്കും. മീഡിയ ഉടൻ മയക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ, ഈ കുഴലും പിടിച്ചുകൊണ്ട് ആൾക്കാരെ പറയും നടക്കും. ഹെൽത്തിന്റെ അധികാരികളെ പറ്റി പറയും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ പറ്റിയിട്ട് യാതൊരുവിധ പ്രിപ്പയർനെസ്സും ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ കാണാം തട്ടുകടയിൽ, നമ്മൾ ഏത് റോഡിലോട്ട് പോയി കഴിഞ്ഞാലും തട്ടുകട കാണാം. ചിലർക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല ചൂട് കറി ഈ പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ഈവൻ ചായ വരെ ആൾക്കാർ പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, തിളച്ച ചായ പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിച്ചുകൊണ്ട് പോയി ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട്. ആശുപത്രികളിലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ക്യാൻറ്റീനിൽ നിന്നും ചായ പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുപോയി രോഗിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കല്ല ഇത് സംഭവിക്കുന്നത്. ഇപ്പൊ രാജസ്ഥാനിലെയോ യുപിയിലെയോ, എന്നാലും നമ്മുടെ ലുട്ടാപ്പി പറയുന്നുണ്ടായിരുന്നു, രാജസ്ഥാനിൽ 65% ലിറ്ററസി എന്ന്. രാജ്യസഭയിൽ പറയുന്നതാണ്. അപ്പൊ ഈ 65% ലിറ്ററസി ഉള്ള ഒരു രാജ്യത്താണ് ഇത് നടക്കുകയാണെങ്കിൽ നമ്മളത് കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ, കുഴപ്പമില്ല, അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇത് 100% വിദ്യാഭ്യാസമുള്ള, വളരെ വിദ്യാഭ്യാസ രംഗത്ത്, ഈവൻ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും കടയിൽ ചെന്നാൽ പ്ലാസ്റ്റിക് കവറിൽ ചായയും കറിയും പൊതിഞ്ഞ് വാങ്ങിച്ച് ചൂടോടെ കൊണ്ടുപോയി കൊടുക്കുന്ന കാണുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ
നമ്മുടെയൊക്കെ ഒരു സ്കൂളിൽ 1 2 ബുദ്ധിമാന്ദ്യം ഉള്ളവരാണ് ഒരു സ്കൂളിൽ 5000 6000 പേര് പഠിക്കുന്ന സ്കൂളിൽ ചിലപ്പോൾ 1 2 പേരൊക്കെയാണ് ബുദ്ധിക്ക് വൈകല്യമുള്ളവരായിട്ട് കാണുന്നത്. ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് നമ്മൾ കണ്ടത് ഈ വൈകല്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ തുറക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ പോകും. ഓട്ടിസം ആവാം, മറ്റു പല കാരണങ്ങളാവാം. ഇത്തരം ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്കുണ്ടായ ഇത്തരം രോഗങ്ങളിലുണ്ടായ വർധനവിന്റെ കാരണം ആരോഗ്യ രംഗത്ത് ഇന്നും അറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. ഈ ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല, സാധാരണ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഈ 50 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റിലുണ്ടായ പ്രധാനപ്പെട്ട വ്യത്യാസം പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് ഒരിടവും വിസിബിൾ അല്ല, പക്ഷെ എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മൾ ഇതിന്റെയൊക്കെ മൂലകാരണം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുടിക്കുന്ന ഭക്ഷണത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചേർന്ന പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അത് തുടങ്ങുന്ന എപ്പോഴാണ്? ഗർഭിണിയായ ഒരു അമ്മയ്ക്ക്, ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക്, അമ്മയാകാൻ പോകുന്ന സ്ത്രീക്ക് ഈ ചൂട് ചിക്കൻ കറി നല്ല നൈസ് പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അസുഖം തുടങ്ങിയാണ്. കാര്യം ആ കുട്ടിയുടെ ഭ്രൂണത്തിലായിരിക്കുമ്പോഴത്തേക്ക് തന്നെ ആ കുട്ടിക്ക് പ്ലാസ്റ്റിക്കിന്റെ അംശം അതിന്റെ തലച്ചോറിലും മറ്റു ഭാഗങ്ങളിലും കയറുന്നു. ഇതാണ് പിന്നീട് അത് ജനിതക വൈകല്യമായിട്ടും ബുദ്ധിമാന്ദ്യത്തിനുള്ള കാരണമൊക്കെ ആയിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ഈ ലോകത്തിൽ പെട്ടെന്ന് മാജിക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് നമ്മളിലുണ്ടായ പ്രധാനപ്പെട്ട വ്യത്യാസം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, ഭക്ഷണത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടിയതാണ്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആരാണ്? സർക്കാരൊന്നും ചെയ്യുന്നില്ല, കോർപ്പറേഷനുകളൊന്നും ചെയ്യുന്നില്ല, ഹോട്ടലുകാരും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചായപാത്രത്തിന്റെ പുറത്ത് ഈ പാലിന്റെ കവർ വെച്ചേക്കാൻ. ഞാൻ ചോദിച്ചപ്പോൾ പറയാം, അത് പാല് ചൂടാവാൻ വേണ്ടി വെച്ചേക്കുക. അപ്പൊ ഞാൻ ആ വിദ്യാഭ്യാസമുള്ളതാണ്. ഞാൻ ഇത് ചൂടാകുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം കൂടെ നമ്മുടെ പാലിൽ കളരില്ല. അതൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത്? എല്ലാ കടകളും ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മാത്രം എന്താ എത്ര കുഴപ്പം? ശരിയാ, നമുക്ക് കുഴപ്പമുണ്ട്. കാര്യം ഈ പറയുന്ന ആൾക്ക് ഇതുപോലുള്ള ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് ആ കുഴപ്പം മനസ്സിലാവും. എപ്പോഴും അവർ മനസ്സിലാക്കത്തില്ല ഇത് കൊണ്ടാണ് ഉണ്ടായത്, അവർ സമ്മതിക്കത്തുമില്ല. നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നം, തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കാനും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും പ്രിവെന്റ് ചെയ്യാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് 1000-ഓളം പഞ്ചായത്തുകളും 100-ഓളം മുനിസിപ്പാലിറ്റിയും ഉള്ള ഈ സംസ്ഥാനത്ത് ഒരു പത്രത്തിൽ ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും ഇന്ന ഹോട്ടലുകളിൽ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചു, അവർക്ക് പിഴ ചുമത്തിയെന്ന് ദിവസം ഒരു വാർത്തയെങ്കിലും വന്നിരുന്നെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാർ ബോധവാന്മാരായനെ, ഇതിന്റെ ഉപയോഗം കുറഞ്ഞത്. അപ്പോൾ ഇത് ഗവൺമെന്റിന് അവർ ആകെ വരുന്നത് ഏതെങ്കിലും ഹോൾസെയിൽ കടയിൽ വരും. ആ കടയിൽ എത്ര പ്ലാസ്റ്റിക് ഉണ്ടെന്ന് നോക്കും, അവർ 5000 രൂപ പെറ്റിയടിക്കും, ഒരു വീട്ടിൽ പോകും. ഇത് എൻഡ് യൂസിങ് നടക്കുന്ന, ഇയാൾ പോകുന്ന വഴിക്ക്, ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ പെറ്റിയടിക്കാൻ പോകുന്ന വഴിക്ക് 50 തട്ടുകട കാണും. ഈ 50 തട്ടുകടകളിലും പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പുതിയൊരു വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്ന അലൂമിനിയം പേപ്പർ തരും. എന്നിട്ട് പറയും ഇത് അലൂമിനിയം ഫോയിലാന്ന് പറയും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അലൂമിനിയം ഫോയിൽ 40 പൈസയ്ക്ക് എങ്ങനെ കിട്ടുന്നു? ഇത് അലൂമിനിയം ആണോ? ഇത് കത്തുമോ? ഇത് കത്തത്തില്ല. സാധാരണ പ്ലാസ്റ്റിക്കിനെക്കാളും വളരെ ഡേഞ്ചർ ആണ് ഈ അലൂമിനിയം നിറത്തിലുള്ള സാധനം. നമ്മൾ വിചാരിക്കും ഇത് അലൂമിനിയം ആണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് കഴിക്കും. അതിനകത്ത് പൊതിഞ്ഞു തരും. ഇപ്പൊ ഇത് നമ്മുടെ സാധാരണ പൗരന്മാര് ഇതിനെ എതിർക്കേണ്ടതാണ്, അവരെതിർക്കുന്നില്ല. കൊടുക്കേണ്ട കടക്കാര് ഇത് വിലക്കേണ്ടതാണ്, അവർ ചെയ്യുന്നില്ല. അവരിത് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് കോർപ്പറേഷനിലെയും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്മാരാണ്. അവരും ഒന്നും ചെയ്യുന്നില്ല. ഇത്തരം ജോലികൾ കോർപ്പറേഷന്റെ മാത്രം ജോലിയല്ല, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടെ കൺസേൺ ആണ്. കാര്യം രോഗികൾ കൂടി വരുന്നു. അപ്പൊ ഈ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ജനങ്ങൾ ബോധവാന്മാരാകണം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കാണുമ്പോഴത്തേക്ക് ചെറുക്കണം. അതിന്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, ആ നമ്പറിലോട്ട് വിളിക്കണം. ആ പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പരമാവധി, പ്രത്യേകിച്ച് ഭക്ഷണ സ്ഥലത്ത് ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. ഭക്ഷണത്തിന് പാത്രം കൊണ്ടുപോകുന്നവരെ സമൂഹത്തിൽ പലരും അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അത്തരം അധിക്ഷേപത്തിന് ഇടയായിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ പാത്രം പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചില കടക്കാർ ചോദിക്കും. ഞങ്ങൾ ഫ്രീ ആയിട്ടല്ലേ കവർ ചെയ്യുന്നത്, നിങ്ങൾ ഇതിനെ പാത്രം കൊണ്ടുവരുന്നതെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് അവർക്ക് മറുപടി ഇല്ല, ഞാൻ ഇങ്ങനെ കഴിക്കുള്ളൂ. എത്രത്തോളം പ്ലാസ്റ്റിക് കുറച്ചു പോകാമോ അത്രത്തോളം നല്ലത്. നമ്മൾ എല്ലാവരും ഇതിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇതില് കോർപ്പറേഷനിൽ ഉറങ്ങുന്ന കോർപ്പറേഷൻ ഹെൽത്ത് ജീവനക്കാര് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം.
നമ്മുടെ 1,00,000-ത്തോളം പഞ്ചായത്ത് മെമ്പർമാരും 10,000-ത്തോളം പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ പരിധിയിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സമയമാണ്. ഇതൊരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. ദയവേത് പ്രതികരിക്കുക, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.